ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നിർണായകമായ 4 യോഗങ്ങളാണുള്ളത്. അത് ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് കേന്ദ്ര മന്ത്രിസഭയുടെ യോഗം തന്നെയാണ്. അത് കഴിഞ്ഞ് കേന്ദ്ര മന്ത്രിസഭയുടെ സുരക്ഷാകാര്യ ഉപസമിതി, രാഷ്ട്രീയകാര്യ സമിതി, അതോടൊപ്പം തന്നെ സാമ്പത്തികകാര്യ സമിതി എന്നിവ തന്നെ ഉണ്ടാവും. ഇന്നലെ ഉന്നതതല യോഗത്തിൽ, അതായത് സേനാ മേധാവികളും ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫും പ്രതിരോധ മന്ത്രിയും അടക്കം പങ്കെടുത്ത ഉന്നതതല യോഗത്തിൽ സൈന്യത്തിന് പൂർണ്ണ പിന്തുണയാണ് പ്രധാനമന്ത്രി നൽകിയത്. മാത്രമല്ല, എന്ത് നടപടി വേണോ എടുക്കാനുള്ള സ്വാതന്ത്ര്യം സേനകൾക്ക് നൽകിക്കൊണ്ടുള്ളൊരു തീരുമാനമാണ് ഇന്നലെ വന്നത്. അതോടൊപ്പം തന്നെ എങ്ങനെ, എപ്പോൾ, എവിടെ വെച്ച് തിരിച്ചടിക്കണം എന്നുള്ള കാര്യത്തിൽ സേനയ്ക്ക് തീരുമാനമെടുക്കാമെന്നുള്ളൊരു നിർദ്ദേശമാണ് പ്രധാനമന്ത്രി നൽകിയത്. ഇതിൻ്റെ പിന്നാലെയാണ് ഇന്ന് മന്ത്രിസഭാ യോഗം ചേരുന്നത്. ഈ മന്ത്രിസഭാ യോഗത്തിൽ ആയിരിക്കും രാഷ്ട്രീയമായ തീരുമാനങ്ങൾ വരിക. അതായത് പാകിസ്ഥാനുമായിട്ടുള്ള ഏത് തരത്തിലുള്ള ഏറ്റുമുട്ടൽ വേണമെന്നുള്ളൊരു വലിയ തീരുമാനം ഇന്നുണ്ടാകുന്നത് മന്ത്രിസഭാ യോഗത്തിലാണ്. അതിനുശേഷം സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ സമിതിയും ചേരും. പ്രധാനമന്ത്രിയുടെ മുന്നിൽ സേനാ മേധാവികൾ നൽകിയിട്ടുള്ള വിവരങ്ങളുണ്ട്. അവിടെ ആ അതിർത്തിയിലെ തൽസ്ഥിതിയെക്കുറിച്ചുള്ള വിവരങ്ങളുണ്ട്. എന്തൊക്കെയാണ് സേനാ വിന്യാസങ്ങൾ എന്നുള്ള കാര്യത്തിൽ, അത് എത്രത്തോളം എത്തി എന്നുള്ള കാര്യത്തിലുള്ള വിവരങ്ങൾ പ്രധാനമന്ത്രിയുടെ മുന്നിലുണ്ട്. അവയെല്ലാം തന്നെ ഇന്ന് കേന്ദ്രമന്ത്രിമാർ മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്യുന്നു എന്നുള്ളതാണ്. അതിനുശേഷമായിരിക്കും ഇക്കാര്യത്തിലുള്ള നിർണായക തീരുമാനങ്ങൾ പുറത്തുവരിക. എങ്ങനെ, എവിടെ വെച്ച്, എപ്പോൾ എന്നുള്ള കാര്യങ്ങളിലൊക്കെ സേനയ്ക്കാണ് അന്തിമ തീരുമാനമെങ്കിലും നേരിട്ട് ഏറ്റുമുട്ടി തന്നെ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാക്കണമെന്നുള്ള ആ നിലപാടിലേക്ക്, ആ രാഷ്ട്രീയ തീരുമാനത്തിലേക്ക്, ആ രാഷ്ട്രീയ നയത്തിലേക്ക് ഇന്ന് ഇന്ത്യ എത്തുന്നു എന്നുള്ളതാണ്. 11 മണിക്കാണ് പ്രധാനമന്ത്രിയുടെ വസതിയിൽ കേന്ദ്ര മന്ത്രിസഭാ യോഗം ചേരുന്നത്. സ്വാഭാവികമായിട്ടും ലോകരാജ്യങ്ങളും ഈ ഇത്രയും വർദ്ധിച്ച ടെൻഷൻ കൃത്യമായി നോക്കിക്കാണുന്നുണ്ട് എന്നത് വ്യക്തമാവുകയാണ്. ഇപ്പോൾ ഇന്ത്യയോടും പാകിസ്ഥാനോടും UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് സംസാരിച്ചിട്ടുണ്ട്. സാഹചര്യങ്ങൾ വഷളാക്കരുത് എന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ തരത്തിൽ പാകിസ്ഥാന്റെ ഈ അലമുറ, അല്ലെങ്കിൽ അവരുടെ ഒരു ഭയപ്പാട്, അത് അന്താരാഷ്ട്ര സമൂഹത്തെ അറിയിച്ചതിന് പിന്നാലെ ഒരു യുദ്ധം എന്ന നിലയ്ക്ക് തന്നെ ലോകരാജ്യങ്ങൾ നോക്കിക്കാണുന്നുണ്ടോ? ഒരു ചെറിയ ഒരു ഹ്രസ്വസമയ തലത്തിലെങ്കിലും ഒരു വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ള വിലയിരുത്തൽ തന്നെയാണ് അന്താരാഷ്ട്ര സമൂഹത്തിനുള്ളത്. അത് അമേരിക്കയായിരുന്നാലും UK ആയിരുന്നാലും ഒക്കെ തന്നെ അക്കാര്യത്തിൽ തന്നെയാണ്. കഴിഞ്ഞ ദിവസം UK പാർലമെന്റിൽ ഒരു ചർച്ച നടന്നിരുന്നു. പെഹൽഗാമിലെ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട വലിയ ചർച്ച തന്നെയാണ് നടന്നത്. അതിൽ UK ഒടുവിൽ ഇന്ത്യക്ക് ഇനി ഈ സംഭവത്തെ അപലപിക്കുകയും ഇന്ത്യക്കൊപ്പം നിൽക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതേസമയം അമേരിക്ക വളരെ പരസ്യമായി തന്നെ അമേരിക്കയുടെ എല്ലാ നേതാക്കളും, സ്റ്റേറ്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ, ഡയറക്ടർ നാഷണൽ ഇന്റലിജൻസ് തുളസി ഗബാർഡ് അടക്കമുള്ളവരൊക്കെ തന്നെ പറഞ്ഞത് ഞങ്ങൾ ഇതിന് പൂർണ്ണമായി ഇന്ത്യക്കൊപ്പം നിൽക്കുന്നു എന്ന് തന്നെയാണ്. തുളസി ഗബാർഡിന്റെ വാക്കുകൾ എന്ന് പറയുന്നത് ഈ ഭീകരരെ വേട്ടയാടി തകർക്കുന്നത് വരെ ഞങ്ങൾ ഇന്ത്യക്കൊപ്പം ഉണ്ടാകുമെന്നുള്ളതാണ്. ഹണ്ട് ദം ഡൗൺ എന്നുള്ളൊരു വാക്കാണ് അവർ ഉപയോഗിച്ചത്. അപ്പോൾ അത്രത്തോളം അന്താരാഷ്ട്ര പിന്തുണ ഇന്ത്യക്കുണ്ട്. ഐക്യരാഷ്ട്രസഭയെ സംബന്ധിച്ചിടത്തോളം, ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇരു രാജ്യങ്ങളുമായിട്ട് സംസാരിക്കുകയും സമാധാനം ഉണ്ടാക്കുകയും എന്നുള്ള ലക്ഷ്യം തന്നെയാണ് ആ സംഘടനയ്ക്കുള്ളത്. അപ്പോൾ അതിൻ്റെ ആ ഒരു കർത്തവ്യം, ആ കടമ അദ്ദേഹം നിർവഹിക്കുന്നു എന്ന് മാത്രമാണ് നമുക്ക് ഈ സമയത്ത് ഇതിനെക്കുറിച്ച് പറയാൻ കഴിയുക. പക്ഷേ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷാബാസ് ഷെരീഫ് UN സെക്രട്ടറി ജനറലുമായി സംസാരിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ഇന്ത്യ ഈ ഉന്നയിക്കുന്ന ആരോപണങ്ങളെക്കുറിച്ച് ഒരു അന്താരാഷ്ട്ര അന്വേഷണം എന്നുള്ള ആ ആവശ്യത്തെ എങ്ങനെ കൂടുതൽ രാജ്യങ്ങളുടെ പിന്തുണ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഇപ്പോൾ വളരെ വിരലിലെണ്ണാൻ കഴിയുന്ന രാജ്യങ്ങൾ മാത്രമാണ് ആ ഒരു ആവശ്യത്തിനൊപ്പം നിൽക്കുന്നത്. ചൈന, അതോടൊപ്പം തന്നെ ഒരുപക്ഷെ തുർക്കി, പിന്നീട് അസർബൈജാൻ തുടങ്ങിയ ചെറിയ രാജ്യങ്ങൾക്ക് മാത്രമാണ് അത്തരത്തിലൊരു നിലപാടിലേക്ക്, അല്ലെങ്കിൽ അന്താരാഷ്ട്ര അന്വേഷണം എന്നുള്ള പാകിസ്ഥാൻ്റെ ആ ആവശ്യത്തിന് അനുകൂലമായി നിൽക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ബാലു പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു അസാധാരണമായ ഭയം പിടികൂടിയിരിക്കുന്നു. അല്ലെങ്കിൽ ഇന്നലെ പുലർച്ചെ 2 മണിക്ക് ഇത്തരത്തിലൊരു വീഡിയോ സന്ദേശമോ മാധ്യമ പ്രവർത്തകർ നൽകാൻ വേണ്ടിയുള്ളൊരു വിവരം നൽകേണ്ട ആവശ്യം എന്താണ്? അത് പറഞ്ഞതെന്താണ്? 24 മണിക്കൂറിനകം അല്ലെങ്കിൽ 36 മണിക്കൂറിനകം ഇന്ത്യ ആക്രമിക്കുമെന്നുള്ള ഇന്റലിജൻസ് വിവരം ഞങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. അത് രാത്രി 2 മണിക്ക് പറയേണ്ട കാര്യമല്ല. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പാക് പ്രതിരോധ മന്ത്രി തന്നെ പരസ്യമായിട്ട് ഒരു വിദേശ വാർത്താ ചാനൽ നൽകിയ അഭിമുഖത്തിൽ ഉടനടി തന്നെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. 2, 3, 4 ദിവസങ്ങൾക്കുള്ളിൽ യുദ്ധത്തിൻ്റെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുമെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇന്നലെ പുലർച്ചെ അങ്ങനെ അത്തരത്തിലൊരു വാർത്താ സമ്മേളനം നടക്കണമെങ്കിൽ അത് മറ്റൊരു ലക്ഷ്യമാണ്. അതായത് അന്താരാഷ്ട്ര സമൂഹത്തിന്മേൽ കുറച്ചുകൂടി സമ്മർദ്ദം ഇടുന്നു ഞങ്ങൾ, ഇതാ അവർ അടിക്കാൻ പോകുന്നു, അവർ ഞങ്ങൾ നേരെ ആക്രമിക്കാൻ വരുന്നു എന്നുള്ള തരത്തിലുള്ള ഒരു സമ്മർദ്ദം വീണ്ടും കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു അസാധാരണമായ ഒരു വാർത്താ സമ്മേളനമല്ലാതെ മറ്റൊന്നും നമുക്ക് അതിൽ കാണാൻ കഴിയില്ല.